നമസ്കാരം. കേരള വിഷൻ ടൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാനം. കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവുമായ VS അച്യുതാനന്ദന്റെ നില അതീവ ഗുരുതരമായി തുടരുന്നു. തിരുവനന്തപുരം SUT ആശുപത്രിയിലാണ് അദ്ദേഹം ചികിത്സയിൽ കഴിയുന്നത്. വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ജീവൻ നിലനിർത്തുന്നത്. അന്താരാഷ്ട്ര ലഹരിവിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി നാടെങ്ങും വൈവിധ്യമാർന്ന പരിപാടി. വിവിധ സംഘടനകളുടെയും സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിലാണ് ലഹരിവിരുദ്ധ ദിനാചരണ പരിപാടി സംഘടിപ്പിച്ചത്. ലഹരിവിരുദ്ധ ദിനത്തിൽ പള്ളിപ്പുറം പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ലഹരിവിരുദ്ധ മനുഷ്യച്ചങ്ങല ശ്രദ്ധേയമായി. പഞ്ചായത്തിന്റെ അതിർത്തിയായ കൃഷിഭവൻ മുതൽ ചെങ്ങണ്ട പാലം വരെയാണ് മനുഷ്യച്ചങ്ങല സൃഷ്ടിച്ചത്. നൂറുകണക്കിന് ജനങ്ങൾ കണ്ണികളായി. ശക്തമായ കാറ്റിലും മഴയിലും ആലപ്പുഴ തലവടിയിലും ചേർത്തല തുറവൂരിലും നാശം. നിരവധി വീടുകൾക്ക് മുകളിൽ മരം വീണു. വീടിന്റെ മേൽക്കൂര പറന്നു. ഗൂഗിൾ മാപ്പ് വഴിതെറ്റിച്ചു. യുവാവ് സഞ്ചരിച്ച ജീപ്പ് തോട്ടിൽ വീണു. യുവാവിനെ നാട്ടുകാർ കരകയറ്റി. ആലപ്പുഴ എടത്തോയിലാണ് സംഭവം. ആലപ്പുഴയിലെ റേഡിയോ നെയ്തലും തിയോച്ചർ ചാരിറ്റബിൾ ട്രസ്റ്റും ചേർന്ന് ലോക മത്സ്യത്തൊഴിലാളി ദിനാഘോഷവും പുരസ്കാര വിതരണവും നടത്തും. ജൂൺ 29 ആലപ്പുഴയിലാണ് ചടങ്ങ് നടക്കുന്നത്. കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവുമായ VS അച്യുതാനന്ദന്റെ നില അതീവ ഗുരുതരമായി തുടരുന്നു. തിരുവനന്തപുരം SUT ആശുപത്രിയിലാണ് അദ്ദേഹം ചികിത്സയിൽ കഴിയുന്നത്. വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ജീവൻ നിലനിർത്തുന്നത്. മുതിർന്ന CPM നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ VS അച്യുതാനന്ദൻ അതീവ ഗുരുതരാവസ്ഥയിൽ തുടരുന്നു. തിരുവനന്തപുരം SUT ആശുപത്രിയിൽ ഹൃദയാഘാതത്തെ തുടർന്ന് തിങ്കളാഴ്ച രാവിലെയാണ് VSനെ പ്രവേശിപ്പിച്ചത്. കടുത്ത ശ്വാസതടസ്സം അനുഭവപ്പെട്ടതിനെ തുടർന്ന് വെന്റിലേറ്ററിൽ പ്രവേശിപ്പിച്ചു. വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിലാണ് ചികിത്സ. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള നേതാക്കൾ ആശുപത്രിയിലെത്തി VSന്റെ വിവരങ്ങൾ അന്വേഷിച്ചു. വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ജീവൻ നിലനിർത്തുന്നത്. കുടുംബാംഗങ്ങളും പാർട്ടി നേതാക്കളും പ്രവർത്തകരും ആശുപത്രിയിൽ തുടരുന്നു. അന്താരാഷ്ട്ര ലഹരിവിരുദ്ധ വാരാചരണത്തിന്റെ ഭാഗമായി നാടെങ്ങും വൈവിധ്യമാർന്ന പരിപാടികൾ നടന്നു. വിവിധ സ്ഥാപനങ്ങളുടെയും സംഘടനകളുടെയും നേതൃത്വത്തിലായിരുന്നു ലഹരിവിരുദ്ധ പരിപാടി സംഘടിപ്പിച്ചത്. അന്താരാഷ്ട്ര ലഹരിവിരുദ്ധ ദിനാചരണത്തിന്റെ ആലപ്പുഴ ജില്ലാതല ഉദ്ഘാടനം PP ചിത്തരഞ്ജൻ MLA നിർവഹിച്ചു. ആലപ്പുഴ നിയമസഭാ മണ്ഡലത്തിലെ കാട്ടൂർ ഹോളി ഫാമിലി HSSലാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. ജില്ലാ ഭരണകൂടം, ജില്ലാ സാമൂഹ്യനീതി ഓഫീസ്, പൊതുവിദ്യാഭ്യാസ വകുപ്പ്, എക്സൈസ് വകുപ്പ് എന്നിവർ ചേർന്നാണ് പരിപാടി സംഘടിപ്പിച്ചത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഗേച്ചി രാജേശ്വരി അധ്യക്ഷത വഹിച്ചു. ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് മുഖ്യപ്രഭാഷണം നടത്തി. മുൻ DGP ഋഷിരാജ് സിംഗ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. ഞാൻ തിരിച്ചറിയുന്നു, ലഹരി വസ്തുക്കളുടെ ഉപയോഗം, അത് ഉപയോഗിക്കുന്ന വ്യക്തിയോടൊപ്പം കുടുംബത്തെയും സമൂഹത്തെയും പൂർണ്ണമായിട്ടും നശിപ്പിക്കും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ദിനാചരണത്തിന്റെ ഭാഗമായി സൈക്കിൾ റാലി, പാവ നാടകവണ്ടി, തോൽപ്പാവക്കൂത്ത്, ലഹരിവിരുദ്ധ ബോധവൽക്കരണം, ലഹരിവിരുദ്ധ പ്രതിജ്ഞ, സെമിനാർ, കൗൺസിലിംഗ്, സിഗ്നേച്ചർ ക്യാമ്പയിൻ, മോക്ക് ഡ്രിൽ, ക്വിസ് മത്സരം, സ്കൂൾ വിദ്യാർത്ഥികളും അധ്യാപകരും അവതരിപ്പിക്കുന്ന സുംബ ഡാൻസ്, മറ്റ് കലാപരിപാടികൾ എന്നിവയും സംഘടിപ്പിച്ചിരുന്നു. ടൈം ന്യൂസ്, ആലപ്പുഴ. അന്താരാഷ്ട്ര ലഹരിവിരുദ്ധ ദിനത്തിൽ പള്ളിപ്പുറം പഞ്ചായത്ത് സംഘടിപ്പിച്ച ലഹരിവിരുദ്ധ മനുഷ്യച്ചങ്ങല ശ്രദ്ധേയമായി. നൂറുകണക്കിന് നാട്ടുകാർ കണ്ണികളായി. പഞ്ചായത്തിന്റെ വടക്കേ അതിർത്തിയായ കൃഷിഭവൻ മുതൽ തെക്കേ അതിർത്തിയായ ചെങ്ങണ്ട പാലം വരെയാണ് മനുഷ്യച്ചങ്ങല സൃഷ്ടിച്ചത്. പള്ളിപ്പുറം പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ലഹരിവിരുദ്ധ മനുഷ്യച്ചങ്ങല ശ്രദ്ധേയമായി. പഞ്ചായത്തിന്റെ വടക്കേ അതിർത്തിയായ കൃഷിഭവൻ മുതൽ തെക്കേ അതിർത്തിയായ ചെങ്ങണ്ട പാലം വരെയാണ് ലഹരിവിരുദ്ധ മനുഷ്യച്ചങ്ങല സൃഷ്ടിച്ചത്. ഒറ്റപ്പുന്നയിൽ നടന്ന ചടങ്ങിൽ അരൂർ MLA ദലീമ ജോജോ ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. വസ്തുക്കളുടെ ദുരുപയോഗം മാനവരാശിയെ നശിപ്പിക്കുന്ന വിപത്താണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ലഹരി വസ്തുക്കൾ അതുപയോഗിക്കുന്ന വ്യക്തിയെ മാത്രമല്ല, അയാളുടെ കുടുംബത്തെയും സമൂഹത്തെയും ദോഷകരമായി ബാധിക്കുമെന്ന് ലഹരിയിൽ നിന്നും പുതിയ തലമുറയെയല്ല, നമ്മൾ ഓരോരുത്തരും വിമുക്തമാകണമെന്നുള്ള പ്രതിജ്ഞയാണ് നമ്മൾ ഓരോരുത്തരും എടുത്തിരിക്കുന്നത്. അത് പ്രതിജ്ഞ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കണം. നാളത്തെ തലമുറ ലഹരിക്കെതിരെ
മുന്നോട്ട് പോകുവാൻ, ശക്തമായിട്ട് മുന്നോട്ട് പോകുവാൻ നമ്മൾ ഒരുമിടുന്ന തീരുമാനമാണ് ഇന്ന് ഇവിടെ എടുത്തിരിക്കുന്നത്. എല്ലാവരും ഹൃദയത്തിൽ അത് ആർജിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തെ, നമ്മുടെ നാടിനെ നമുക്ക് രക്ഷിക്കണം. പഴയ നന്മകളിലേക്ക് നമ്മൾ പിന്തിരിഞ്ഞ് നടക്കണം. അതിനായിട്ട് തീരട്ടെ ഇന്നത്തെ നമ്മുടെ ഗ്രാമം എടുക്കുന്ന, അതായത് ചേന്നപ്പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്ത് എടുക്കുന്ന ഈ തീരുമാനങ്ങൾ. മുൻ എം പി അഡ്വക്കേറ്റ് എം ആരിഫ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് BR രജിത, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TS സുധീഷ്, ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് PS ഷാജി, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷിൽജ സലിം, CPM ഏരിയ സെക്രട്ടറി B വിനോദ്, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ NK മോഹൻദാസ്, KK ഷിജി, സെക്രട്ടറി J സന്തോഷ്, വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ PM പ്രമോദ്, P ഷാജി മോഹൻ, PG മുരളീധരൻ, മറ്റ് രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ, സാംസ്കാരിക, സാമുദായിക, സാഹിത്യ മേഖലകളിലെ പ്രമുഖർ, മറ്റ് ജനപ്രതിനിധികൾ, യുവജന സംഘടനാ പ്രവർത്തകർ, വിദ്യാർത്ഥികൾ തുടങ്ങിയവർ ചങ്ങലയിൽ കണ്ണികളായി. മനുഷ്യചങ്ങലയുടെ ഭാഗമായി ലഹരിവിരുദ്ധ ദീപം തെളിക്കൽ, തെരുവ് നാടകം, ഫ്ലാഷ് മോബ്, വിദ്യാർത്ഥികൾക്കുള്ള ബോധവൽക്കരണ ക്ലാസുകൾ, രചനാ മത്സരങ്ങൾ തുടങ്ങിയവയും ഒരുക്കിയിരുന്നു. ടൈം ന്യൂസ്, ചേർത്തല. ചേർത്തല ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ പരിപാടി സംഘടിപ്പിച്ചു. ചേർത്തല ശ്രീനാരായണ മെമ്മോറിയൽ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ സഹകരണത്തോടെയാണ് ലഹരിവിരുദ്ധ പരിപാടി സംഘടിപ്പിച്ചത്. ചേർത്തല ജനമൈത്രി പോലീസിന്റെയും ചേർത്തല ശ്രീനാരായണ മെമ്മോറിയൽ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെയും ആഭിമുഖ്യത്തിൽ ലഹരിവിരുദ്ധ ദിനം ആചരിച്ചു. ചേർത്തല SHO G അരുൺ അധ്യക്ഷത വഹിച്ചു. മുനിസിപ്പൽ ചെയർപേഴ്സൺ ഷെർലി ഭാർഗവൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഇന്നെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ വീട്ടിൽ അച്ഛൻ, അമ്മ, 2 മക്കൾ അല്ലെങ്കിൽ ഒരു കുട്ടിയാണുള്ളത്. അപ്പം നിങ്ങളെ ഒരുപാട് ശ്രദ്ധിക്കാനായിട്ട് നമ്മുടെ വീട്ടിൽ ആൾക്കാരുണ്ട്. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും, അതായത് അച്ഛനും അമ്മയ്ക്കും നിങ്ങളെ മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും അവർ ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷെ വഴിവിട്ട് ആരെങ്കിലും പോകുന്നുണ്ടോ എന്നുള്ളത് മാത്രം ശ്രദ്ധിക്കാനായിട്ട് അവർക്ക് നേരമില്ല. ഒരിക്കലും നിങ്ങൾ ഒരു മുറിയിൽ അടച്ചിട്ട് ഒറ്റയ്ക്കിരിക്കരുത്. നിങ്ങൾക്ക് ഒരുപാട് വായനാശീലങ്ങൾ ഉണ്ടാക്കണം, ഒത്തിരി ഡ്രോയിങ്ങുകളിലേക്ക് പോകണം, മറ്റുള്ളതായിട്ടുള്ള ഒരുപാട് ആക്ടിവിറ്റീസിലേക്ക്. പഠനം മാത്രമല്ല നമ്മുടെ ജീവിതം എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കണം. അപ്പം നമ്മൾ ഒരുപാട് കാര്യങ്ങളിലേക്ക് പോകുമ്പോഴത്തേക്കും മറ്റുള്ളതായിട്ടുള്ള കൂട്ടുകെട്ടുകൾ നമ്മൾക്ക് ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകുവാനായിട്ട് പറ്റും. ഗാനരചയിതാവ് വയലാർ ശരചന്ദ്രവർമ്മ മുഖ്യപ്രഭാഷണം നടത്തി. പ്രിൻസിപ്പൽ ലേജു ടീച്ചർ, ചേർത്തല സ്റ്റേഷൻ CRO PK അനിൽകുമാർ, PTA പ്രസിഡന്റ് SG രാജു തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു. ചേർത്തല SI S സുരേഷ് സ്വാഗതവും പ്രഥമാധ്യാപിക നിഷ നന്ദിയും പറഞ്ഞു. ചേർത്തല പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ലഹരിവിരുദ്ധ വാരാചരണത്തിന്റെ ഭാഗമായി ചേർത്തല പോലീസ് സ്റ്റേഷൻ പരിധിയിലെ സ്കൂളുകളിലെ കുട്ടികൾ വരച്ച ലഹരിവിരുദ്ധ പോസ്റ്റർ പ്രദർശനവും ഇതോടൊപ്പം നടന്നു. ചേർത്തല ജനമൈത്രി പോലീസ് സ്റ്റേഷനിലെ ഡേറ്റ് ഓഫീസർമാരായ സൂര്യ, KK ജോസഫ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. ടൈം ന്യൂസ്, ചേർത്തല. പാണാവള്ളി NSS ഹയർ സെക്കൻഡറി സ്കൂളിൽ ലഹരിവിരുദ്ധ പ്രഖ്യാപനം നടത്തി. പാണാവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് രാഗിണി രമണൻ ഉദ്ഘാടനം ചെയ്തു. പാണാവള്ളി NSS ഹയർ സെക്കൻഡറി സ്കൂളിൽ പുകയില രഹിത വിദ്യാലയ പ്രഖ്യാപനം സംഘടിപ്പിച്ചു. പാണാവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് രാഗിണി രമണൻ ഉദ്ഘാടനവും പ്രഖ്യാപനവും നിർവഹിച്ചു. നമുക്കറിയാം, ഇപ്പൊ മുമ്പേ സൂചിപ്പിച്ചവർ പോലെ തന്നെ നമുക്ക് ലഹരിയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ കൊച്ചുകുട്ടികളായാലും ഇന്ന് നമ്മൾ കണ്ടു കേട്ടും അറിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്, അല്ലേ? നമുക്കറിയാം നമ്മുടെ ഈ കുട്ടികൾ ഇങ്ങനെ ഒന്നും ചെയ്യില്ല എന്നുള്ള ഒരു വിഭാഗമുണ്ട്. എങ്കിലും നമ്മുടെ സ്കൂൾ കുട്ടികളാണ് ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പ്രഥമാധ്യാപകൻ AR അശോകൻ ലഹരിവിരുദ്ധ പ്രതിജ്ഞയും ലഹരിവിരുദ്ധ സന്ദേശവും നൽകി. PTA പ്രസിഡന്റ് ഷിബി പീറ്റർ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ ജ്യോതി S നായർ സ്വാഗതം പറഞ്ഞു. പഞ്ചായത്ത് അംഗം ഉഷാദേവി, ഹെൽത്ത് ഇൻസ്പെക്ടർ സന്ധ്യ, MBTA പ്രസിഡന്റ് മീര ബിജു, NSS കോർഡിനേറ്റർ വീണാദേവി, സീനിയർ അസിസ്റ്റന്റ് സീമ PR എന്നിവർ ആശംസകൾ നേർന്നു. കടവന്ത്ര SI രാജീവ് വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. നോഡൽ ഓഫീസർ മഞ്ജു P പണിക്കർ നന്ദി പറഞ്ഞു. ടൈം ന്യൂസ്, പാണാവള്ളി. ശക്തമായ കാറ്റിൽ ആലപ്പുഴ തലവടിയിൽ വ്യാപക നാശം. 2 വീടുകൾ തകർന്നു. ഒരു വീടിന്റെ മേൽക്കൂര കാറ്റിൽ പറന്നു. ശക്തമായ കാറ്റിലും പേമാരിയിലും തലവടിയിൽ വീടുകൾ തകർന്നു. തലവടി പഞ്ചായത്ത് 8ാം വാർഡിൽ വല്യതറ ഉത്തമൻ, പാലത്തിങ്കൽ സന്തോഷ് എന്നിവരുടെ വീടുകളാണ് തകർന്നത്. ശക്തമായ കാറ്റിൽ ഉത്തമന്റെ വീടിന്റെ മേൽക്കൂര പൂർണ്ണമായും പറന്നുപോയി.
ഉത്തമൻ്റെ ഭാര്യ സാജിനി, മക്കളായ ഉമേഷ്, അനഘ, മരുമകൾ സരിത എന്നിവർ ഈ സമയം വീട്ടിലുണ്ടായിരുന്നു. സന്തോഷിൻ്റെ വീടിൻ്റെ മുകളിലേക്കും മരം കടപുഴകി വീണ് കേടുപാടുകൾ സംഭവിച്ചു. പ്രദേശത്ത് നിരവധി മരങ്ങളും കടപുഴകി വീണ് നാശനഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. വൈദ്യുതി ബന്ധവും നിലച്ചു. രാവിലെ 4 മണിയായപ്പോൾ ഒരു കാറ്റടിച്ച്, ചെറുതായിട്ടൊരു കാറ്റടിച്ച്, അത് കഴിഞ്ഞ് ഒരു 4:15 ഭയങ്കര കാറ്റും മഴയായിട്ട് വന്നു. ഞങ്ങളും 4-5 പേരും പെരയ്ക്കകത്തിരിക്കുമായിരുന്നു. 2 മുറിയേ ഉള്ളൂ ഞങ്ങൾക്ക്. ഇരിക്കുമായിരുന്നു. അതിനകത്തുനിന്ന് ഷീറ്റ് പറക്കുന്ന കണ്ടുകൊണ്ട് പിള്ളേർ പറഞ്ഞു, അമ്മ ഇറങ്ങിക്കോ, കാറ്റ് കടുക്കുവാന്ന് പറഞ്ഞ് ഞങ്ങൾ ഓടി ഇറങ്ങി. കൊച്ചിൻ്റെ മേത്ത് വീഴേണ്ടതായിരുന്നു ഷീറ്റ് പറന്ന്. മൊത്തം ഷീറ്റും പറന്ന് താഴെ വീണു. ഞങ്ങൾ അപ്പുറത്തെ പെരയുടെ സൈഡിൽ പോയി. പിന്നെ അപ്പുറം ആരും ഇല്ലായിരുന്നു. അപ്പുറത്തെ വീട്ടിൽ അവർ വീട് കൂട്ടിയിട്ടേക്കുമായിരുന്നു. ഇത് 3-ാം തവണയാണ് തലമടിയിൽ ശക്തമായ കൊടുങ്കാറ്റ് നാശം വിതയ്ക്കുന്നത്. നഷ്ടം നേരിട്ട സ്ഥലങ്ങളിൽ ജനപ്രതിനിധികൾ സന്ദർശനം നടത്തി. ടൈം ന്യൂസ്, ആലപ്പുഴ. ശക്തമായ കാറ്റിൽ ചേർത്തല തുറവൂരിലും വ്യാപക നാശം. മരം വീട് തകർന്നു. വീടിനുള്ളിലുണ്ടായിരുന്നവർ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. വ്യാഴാഴ്ച രാവിലെ മഴയോടൊപ്പം വീശിയടിച്ച ശക്തമായ കാറ്റിൽ വൻ നാശനഷ്ടം. തുറവൂർ ഗ്രാമപഞ്ചായത്ത് 5-ാം വാർഡ് കോരപ്പുഴത്തറ ഓമന രവീന്ദ്രൻ്റെ വീടിന് മുകളിൽ മരം വീണ് വീട് തകർന്നു. വീടിന് സമീപത്തു നിന്ന മഹാഗണി മരമാണ് കടപുഴകി വീടിന് മുകളിൽ പതിച്ചത്. രാവിലെ 7 മണിയോടെ സംഭവം നടക്കുമ്പോൾ 7-12 വയസ്സുള്ള കുട്ടികൾ ഉൾപ്പെടെ 5 പേർ വീടിനകത്ത് ഉണ്ടായിരുന്നുവെന്ന് ഓമനയുടെ മകൻ ഷാജി പറഞ്ഞു. ഏകദേശം 2 ലക്ഷത്തോളം രൂപയുടെ നഷ്ടമുള്ളതായി ഷാജി പറഞ്ഞു. വീടിന് മച്ചുണ്ടായിരുന്നതിനാൽ വൻ ദുരന്തമുണ്ടായില്ല. വാർഡംഗം, ജനപ്രതിനിധികൾ, റവന്യൂ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംഭവസ്ഥലം സന്ദർശിച്ചു. തുറവൂർ പഞ്ചായത്ത് 9-ാം വാർഡിൽ എടപ്പറമ്പ് വിശ്വംഭരൻ്റെ പുരയിടത്തിൽ നിന്ന് 2 മരങ്ങൾ കടപുഴകി വീണു. അതിൽ ഒരെണ്ണം വൈദ്യുത പോസ്റ്റിൽ വീണ് പോസ്റ്റ് ഒടിഞ്ഞു. KSEBയുടെ കരാർ തൊഴിലാളികൾ പോസ്റ്റ് മാറ്റി വൈദ്യുത പ്രവാഹം പുനഃസ്ഥാപിച്ചു. തുറവൂർ പഞ്ചായത്ത് 10-ാം വാർഡ് വളമംഗലം തെക്ക് ആലുംപരമ്പത്ത് സുനിൽ അവരാച്ചൻ്റെ പുരയിടത്തിൽ നിന്ന് മഹാഗണി കടപുഴകി വീണു. മറ്റു വലിയ വൃക്ഷക്കൊമ്പുകളും കാറ്റിൽ ചീന്തി വീണു. പഞ്ചായത്തിലെ വിവിധ ഇടങ്ങളിൽ രാവിലെ വീശിയടിച്ച കാറ്റിൽ നിരവധി നാശനഷ്ടങ്ങൾ ഉണ്ടായി. ടൈം ന്യൂസ്, തുറവൂർ. ഗൂഗിൾ മാപ്പ് വീണ്ടും വഴിതെറ്റിച്ചു. യുവാവ് സഞ്ചരിച്ച ജീപ്പ് തോട്ടിൽ വീണു. യുവാവിനെ നാട്ടുകാർ കരകയറ്റി. ആലപ്പുഴ എടത്വയിലാണ് സംഭവം. കോതമംഗലത്ത് നിന്നും പുന്നമട ഭാഗത്തേക്ക് സഞ്ചരിച്ച ബോണിയുടെ ജീപ്പാണ് വഴിതെറ്റി കൊഞ്ഞമ്മനം തോട്ടിൽ വീണത്. ബുധനാഴ്ച രാത്രി 8:45 സംഭവം. MC റോഡിൽ നിന്ന് പൊടിയാടി വഴി അമ്പലപ്പുഴ ഭാഗത്തേക്ക് സഞ്ചരിച്ച ജീപ്പാണ് കൊഞ്ഞമ്മനം റോഡിലൂടെ കടക്കാൻ ഗൂഗിൾ മാപ്പ് നിർദ്ദേശം നൽകിയത്. ഗൂഗിൾ നിർദ്ദേശത്തെ തുടർന്ന് വഴിയറിയാത്ത ഇട റോഡിലൂടെ സഞ്ചരിച്ചാണ് തോട്ടിൽ വീണത്. ആയുർവേദ ചികിത്സയുമായി ബന്ധപ്പെട്ടാണ് റോഡി പുന്നമട ഭാഗത്തേക്ക് പോയത്. ഓടിക്കൂടിയ നാട്ടുകാർ യുവാവിനെ കരക്കെത്തിച്ചു. ടൈം ന്യൂസ്, ആലപ്പുഴ. തീരദേശ ഹൈവേയിൽ വാടപ്പുഴി കലുങ്കിൻ്റെയും കൽക്കെട്ടിൻ്റെയും നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായി. 1,70,00,000 രൂപ ചിലവഴിച്ചാണ് വാടപ്പുഴി കലുങ്കും കൽക്കെട്ടും നിർമ്മിച്ചത്. 80 ലക്ഷം രൂപ ചിലവിൽ കലുങ്കും 30 ലക്ഷം രൂപ ചിലവിൽ വാടപ്പുഴി തീരത്തെ കൽക്കെട്ടും 60 ലക്ഷം രൂപ കലുങ്കിന് ഇരുവശവും റോഡും ഉൾപ്പെടെ 1.70 കോടി രൂപ ചെലവിലാണ് പൊതുമരാമത്ത് വകുപ്പ് നിർമ്മാണ പ്രവർത്തികൾ പൂർത്തിയാക്കിയത്. നിർമ്മാണത്തിന് ആവശ്യമായ സ്ഥലം സമീപവാസികളിൽ നിന്ന് ഏറ്റെടുക്കുന്നതിന് 2.26 കോടി രൂപയും ഇതിനായി വിനിയോഗിച്ചു. എല്ലാം ചേർത്ത് 3.96 കോടി രൂപയാണ് ഈ നിർമ്മാണ പ്രവൃത്തികൾക്കാകെ വേണ്ടിവന്നത്. തുടക്കത്തിൽ 6 മീറ്റർ മാത്രമായിരുന്ന കലുങ്ക് സുഗമമായ സഞ്ചാരത്തിന് 10 മീറ്ററാക്കി വീതി വർദ്ധിപ്പിച്ചു. ഇതിൻ്റെ ഇരുഭാഗത്തേക്കും BMBC നിലവാരത്തിൽ റോഡും പൂർത്തിയാക്കിയതോടെ മണ്ഡലത്തിലെ തീരദേശ ഹൈവേയിലൂടെയുള്ള സഞ്ചാരം സുഗമമാകും. തീരദേശ റോഡ് വഴിയുള്ള ഗതാഗതത്തിന് വാടപ്പുഴി കലുങ്ക് നിർമ്മിച്ച് റോഡ് പൂർത്തിയാക്കണമെന്ന് കാട്ടി തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ നാട്ടുകാർ H. സലാം MLAക്ക് നിവേദനം നൽകിയിരുന്നു. എന്നാൽ റോഡിൻ്റെ നിർമ്മാണത്തിന് ആവശ്യമായ സ്ഥലം ലഭ്യമാകാതിരുന്നത് പ്രവൃത്തികൾ അനിശ്ചിതത്വത്തിലാക്കി. ഇതോടെയാണ് 2.26 കോടി രൂപ ചെലവിൽ റോഡിന് ആവശ്യമായ സ്ഥലം ഏറ്റെടുത്തത്. തുടർന്ന് 2024 മാർച്ചിലാണ് നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചത്. ആലപ്പുഴ നഗരസഭയുടെ തെക്കേ അറ്റമായ വാടക്കൽ പുന്നപ്ര വടക്ക് പഞ്ചായത്തിൻ്റെ 1-ാം വാർഡിനോട് ചേർന്നുള്ള വാടപ്പുഴി കടലിൽ സംഗമിക്കുന്ന പ്രകൃതി രമണീയമായ സ്ഥലത്ത് പാലത്തിൻ്റെയും റോഡിൻ്റെയും നിർമ്മാണം പൂർത്തിയായതോടെ സമീപവാസികൾ ഉൾപ്പെടെ നിരവധി നാട്ടുകാരാണ് നിത്യേന ഇവിടെ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ എത്തുന്നത്. അമ്പലപ്പുഴ നിയോജക മണ്ഡലത്തിലെ തീരദേശത്തെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു പാതയാണ്. തീരദേശ ഹൈവേയുടെ കൂടി ഭാഗമാകുന്ന
ഈ പ്രദേശം വാടപ്പുഴി മത്സ്യഗന്ധി പ്രദേശത്താണ് നമ്മൾ നിൽക്കുന്നത്. ദീർഘവർഷമായി തീരദേശ ഹൈവേ മുറിഞ്ഞു കിടന്നിരുന്നൊരു ഭാഗമാണ്. വാടപ്പുഴി ഈ പുഴയുടെ ഭാഗത്ത് പാലമില്ലാതെ അക്കരെ ഇക്കരെ പോകാൻ കഴിയുമായിരുന്നില്ല. തീരദേശ ഹൈവേ നേരത്തെ നിർമ്മിക്കുന്ന സമയത്ത് തൊട്ടപ്പുറത്തെ പാലം വരെ എത്തിയതിന് ശേഷം ഇടയ്ക്കൂടെ ഒരു ചെറിയ വഴിയിലൂടെയാണ് തെക്കോട്ട് പോയിക്കൊണ്ടിരുന്നത്. ആലപ്പുഴ ഭാഗത്ത് നിന്ന് വരുമ്പോൾ തെക്കോട്ട് പോയിക്കൊണ്ടിരുന്നത്. അത് ഈ പ്രദേശത്തെ ജനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമായിരുന്നു. ഇവിടുത്തെ ആളുകളുടെ മാത്രമല്ല, തീരദേശത്തുള്ള മുഴുവൻ മത്സ്യത്തൊഴിലാളികളുടെയും ഏറ്റവും സുപ്രധാനമായൊരു ആവശ്യമായിരുന്നു. ഞാൻ മത്സരിക്കാനെത്തുന്ന സമയത്ത് ഈ പ്രദേശത്തുള്ള ജനങ്ങൾ ഏറ്റവും ശക്തമായി ആവശ്യപ്പെട്ട ഒന്നായിരുന്നു വാടപ്പുഴി ഈ പാലം റോഡും പൂർത്തീകരിക്കണം എന്നുള്ള ആവശ്യം. മത്സ്യത്തൊഴിലാളികൾക്ക് അവരുടെ മത്സ്യബന്ധനത്തിന് വെളുപ്പിനെയും മറ്റും പോകാൻ ഏറ്റവും സൗകര്യപ്രദമായ നിലയിൽ ഇത് നിർമ്മിക്കണം എന്ന ആവശ്യം വളരെ ശക്തമായി ഉന്നയിച്ചിരുന്നൊരു പ്രദേശമാണ് ഈ പ്രദേശം. ആ സമയത്ത് ഇലക്ഷൻ്റെ വാഗ്ദാനമായിട്ടൊന്നും ഞാൻ പറഞ്ഞില്ലെങ്കിലും ചുമതലയേറ്റതിന് ശേഷം ഇത് പൂർത്തീകരിച്ച് റോഡ് നിർമ്മിക്കാൻ വേണ്ടിയുള്ള നിരന്തരമായ പരിശ്രമമാണ് നടത്തിയത്. ഇവിടുത്തെ സ്ഥലമേറ്റെടുക്കലിൻ്റെ തടസ്സങ്ങൾ ധാരാളം സാങ്കേതികമായി ഉണ്ടായിരുന്നു. ഇത് നിർമ്മിക്കാൻ ആവശ്യമായ ഫണ്ട് പൂർണ്ണമായിട്ടില്ലാത്ത പ്രശ്നമുണ്ടായിരുന്നു. അതെല്ലാം പല നിലയ്ക്ക് പരിഹരിച്ചിട്ടാണ് നമ്മളിപ്പോൾ ഇത് പൂർത്തീകരിച്ചിട്ടുള്ളത്. 2,30,00,000 രൂപ സ്ഥലം ഏറ്റെടുക്കാൻ വേണ്ടി മാത്രം ഈ വാടപ്പുഴി ഈ പദ്ധതി പൂർത്തിയാക്കാൻ വേണ്ടി ചെലവഴിച്ചു. പാലവും റോഡും വൈകാതെ നാടിന് സമർപ്പിക്കുമെന്നും ഇതുവഴി ബസ് സർവീസ് ആരംഭിക്കുന്നതിന് നടപടി സ്വീകരിക്കുമെന്നും ഇവിടം സന്ദർശിച്ച ശേഷം എച്ച് സലാം MLA പറഞ്ഞു. കൗൺസിലർമാരായ മേരി ലീന, ബി അജേഷ്, സമീപവാസികളായ നാട്ടുകാർ എന്നിവരും MLAയോടൊപ്പം ഉണ്ടായിരുന്നു. ടൈം ന്യൂസ്, അമ്പലപ്പുഴ. ആലപ്പുഴ റേഡിയോ നെയ്തലും തിയോച്ചൻ ചാരിറ്റബിൾ സൊസൈറ്റിയും ചേർന്ന് ലോക മത്സ്യത്തൊഴിലാളി ദിനം ആഘോഷിക്കുന്നു. ഇതോടൊപ്പം പുരസ്കാര വിതരണവും നടക്കും. ജൂൺ 29-ന് ആലപ്പുഴയിലാണ് പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളതെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 29-ാം തീയതി ലോക മത്സ്യത്തൊഴിലാളി ദിനമാണ്. അപ്പോൾ ആ ദിനത്തോടനുബന്ധിച്ച് ആലപ്പുഴയിലെ പല ഭാഗങ്ങളിലും ഞങ്ങളൊരു അന്വേഷണമൊക്കെ നടത്തിയിട്ട് ഈ മത്സ്യത്തൊഴിലാളി സമൂഹത്തിൽ നിന്ന് കഷ്ടപ്പെട്ട് വളർന്ന് ഉന്നതമായ നിലയിലേക്ക് വളർന്നിട്ടുള്ള കുറച്ച് പേരെ തിരഞ്ഞെടുത്ത് ആ ദിനം ഞങ്ങൾ അവർക്കൊരു പുരസ്കാരമൊക്കെ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതിൻ്റെ ആഘോഷ പരിപാടികൾ നടക്കുന്നത് റോയ് പി തിയോച്ചൻ്റെ അവിടെയുള്ള പാം ബീച്ച് വെച്ചിട്ടാണ് പ്രോഗ്രാം നടക്കുന്നത്. അതിൻ്റെ ഉദ്ഘാടനവും ഈ പുരസ്കാര ദാനവുമൊക്കെ നടത്തുന്നത് നമ്മുടെ ഫിഷറീസ് മിനിസ്റ്ററാണ്, ബഹുമാനനായ സജി ചെറിയാൻ സാറാണ്. ആ സമ്മേളനത്തിൽ ആലപ്പുഴ രൂപതയുടെ അധ്യക്ഷൻ ബഹുമാന്യനായ അഭിവന്ദനായ ജെയിംസ് ആനാപ്പറമ്പിൽ പിതാവ് അധ്യക്ഷത വഹിക്കും. പിന്നെ റോയി പി തിയോച്ചനാണ് അതിന് ആശംസ പറയുന്നത്. അതോടൊപ്പം ആലപ്പുഴയുടെ ADM ആശ എബ്രഹാം മുഖ്യ പ്രഭാഷണം നടത്താൻ എത്തിച്ചേരുന്നുണ്ട്. നമ്മൾ മിക്കവാറും കുറച്ചേറെ മത്സ്യത്തൊഴിലാളികൾ അവിടെ ഹാജരാകാൻ പറയുന്നുണ്ട്, പ്രത്യേകിച്ചും ഈ മത്സ്യത്തൊഴിലാളി ദിനമായതുകൊണ്ട്. സമ്മേളനത്തിന്റെ ഉദ്ഘാടനവും പുരസ്കാര വിതരണവും കേരള ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാൻ നിർവഹിക്കും. ആലപ്പുഴ രൂപതാധ്യക്ഷൻ ഡോക്ടർ ജെയിംസ് റാഫേൽ ആനാപറമ്പിൽ അധ്യക്ഷനാവും. ആലപ്പുഴ ADM ആശ സി എബ്രഹാം മുഖ്യപ്രഭാഷണം നടത്തും. റോയി പിതിയോച്ചൻ ആശംസ അർപ്പിക്കും. മത്സ്യത്തൊഴിലാളി വിഭാഗത്തിൽ നിന്നും കഠിനമായി അധ്വാനിച്ച് ഉന്നത വിജയം കരസ്ഥമാക്കിയ മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് പുരസ്കാരം നൽകി ആദരിക്കും. KJ സന്ധ്യാവ് പുന്നപ്ര, സീം ഷംജി അമ്പലപ്പുഴ, അറയ്ക്കൽ ജേക്കബ് പുന്നപ്ര, ജാക്സൺ പൊള്ളൈത്തൈ, കുഞ്ഞപ്പൻ അർത്തുങ്കൽ, ബിനു പൊന്നൻ, വലിയ അഴീക്കൽ, ഇമ്മാനുവൽ ചെട്ടികാട്, ജോണി കാട്ടൂർ എന്നിവരാണ് ആദരവിനായി തിരഞ്ഞെടുക്കപ്പെട്ടവർ. ഫാദർ സേവ്യർ കുടിയാംശ്ശേരി സ്വാഗതവും ഗർഷോം രാഹുൽ നന്ദിയും പറയും. ഫാദർ സേവ്യർ കുടിയാംശ്ശേരി, റോയി പി തിയോച്ചൻ, ഗർഷോം രാഹുൽ എന്നിവർ ആലപ്പുഴയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ടൈം ന്യൂസ്, ആലപ്പുഴ. റോട്ടറി ഇന്റർനാഷണലിന്റെ ആദ്യ ഡിസ്ട്രിക്ട് ഗവർണറായി ചേർത്തല സ്വദേശി ഡോക്ടർ ടീന ആന്റണി ജൂൺ 29-ന് ചുമതലയേൽക്കും. കേരളത്തിൽ ആദ്യമായാണ് ഒരു വനിത റോട്ടറിയുടെ ഡിസ്ട്രിക്ട് ഗവർണറായി ചുമതലയേൽക്കുന്നത്. ഡിസ്ട്രിക്റ്റ് എന്ന് പറയുന്നത് റവന്യൂ ഡിസ്ട്രിക്റ്റായിട്ട് കേരളത്തിൽ 3 ഡിസ്ട്രിക്റ്റായിട്ട്
കേരളം ബൈഫർക്കേറ്റ് ചെയ്തിട്ടുണ്ട്. നോർത്ത് സൈഡ് ഒരെണ്ണവും നമ്മൾ സൗത്തിൽ ഈ 5 റവന്യൂ ഡിസ്ട്രിക്റ്റായിട്ടാണ് വരുന്നത്. ഏകദേശം 5000 റൊട്ടേറിയൻസ് അതിൽ മൊത്തത്തിൽ ഇതുവരെ ഉണ്ട്. നമ്മുടെ ഡിസ്ട്രിക്റ്റിൽ, റവന്യൂ ഡിസ്ട്രിക്റ്റിലുണ്ട്. അതിൽ ഈ ഒരുപാട് സാമൂഹ്യ സേവനങ്ങളും ഇതിലുള്ള പരിപാടികൾ നമ്മൾ റോട്ടറി ഈസ് ഇൻവോൾവ് ഇൻ ദാറ്റ്. അപ്പോൾ അങ്ങനെയുള്ള ഇതിൽ അടുത്തൊരു വർഷം, അതായത് റോട്ടറി ഇയർ എന്ന് പറയുന്നത് ജൂലൈ 1 മുതൽ ജൂൺ 30 വരെയാണ്. അപ്പോൾ ഈ ഡിസ്ട്രിക്റ്റിനെ നയിക്കാനായി ഈ ജൂൺ 29-നാണ് ഈ പാലാ ബേസ് 11 ഇൻ്റർനാഷണൽ കൺവെൻഷൻ സെൻറ്ററിൽ ഈ പരിപാടി നടക്കുന്നത്. ഈ പരിപാടിയിൽ കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഒരുപാട് ജനക്ഷേമ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുന്നതായിരിക്കും. അതിൻ്റെ അദ്ദേഹം ഞങ്ങളുടെ ഒരു പെറ്റ് പ്രോജക്റ്റ് എന്ന് പറയുന്ന ഓപ്പോൾ എന്ന് പറയുന്നത്, കാരണം ആദ്യത്തെ ഒരു വനിതാ ഗവർണറിൻ്റെ ഒരു ഡിസ്ട്രിക്ട് പ്രോജക്റ്റായി വരുന്നത് ഓപ്പോൾ എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റാണ്. അപ്പോൾ അതിൽ 7 വെർട്ടിക്കൽ ഓപ്പോളിലുണ്ട്. അപ്പോൾ അതിൽ 7 വെർട്ടിക്കലിലും ഈ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് വനിതകൾക്ക് വനിതാ ഗവർണറും കൂടെ ആയതുകൊണ്ട് വനിതകൾക്ക് കോൺസെൻട്രേറ്റ് മുൻതൂക്കം കൊടുത്തുകൊണ്ടുള്ള ഒരു പ്രോജക്റ്റാണ് ഇപ്രാവശ്യം അനൗൺസ് ചെയ്തിരിക്കുന്നത്. കേരളത്തിൽ 1937 റോട്ടറി തുടക്കം കുറിച്ചതിന് ശേഷം ആദ്യമായി ഒരു വനിതാ റോട്ടറി ഇൻ്റർനാഷണൽ ഡിസ്ട്രിക്ട് 3211-ൻ്റെ ഗവർണറായി ചുമതലയേൽക്കുന്നു. 27 വർഷത്തെ സമർപ്പിത സേവനാനുഭവം, ശ്രദ്ധേയമായ നേതൃത്വം, ആഗോള ശ്രദ്ധ നേടിയ വിവിധ പദ്ധതികൾ, ഇതെല്ലാമാണ് ഡോക്ടർ ടീന ആൻ്റണിയെ ഡിസ്ട്രിക്ട് ഗവർണർ സ്ഥാനത്തേക്ക് എത്തിക്കുന്നത്. ജൂൺ 29-ന് പാലായിലെ ബേസ് 11 ഇൻ്റർനാഷണൽ കൺവെൻഷൻ സെൻറ്ററിൽ നടക്കുന്ന സ്ഥാനാരോഹണ ചടങ്ങിൽ നിരവധി പ്രമുഖർ പങ്കെടുക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ചടങ്ങിൽ വിവിധ ജനക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിക്കുമെന്നും അവർ പറഞ്ഞു. നിയുക്ത റോട്ടറി ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ ടീന ആൻ്റണി, ജനറൽ സെക്രട്ടറി ആർ കൃഷ്ണൻ, ഓർഗനൈസിംഗ് കമ്മിറ്റി ചെയർമാൻ ജി അനിൽകുമാർ, ഡിസ്ട്രിക്ട് അഡ്വൈസർ ബേബി കുമാരൻ, റോട്ടറി മുൻ അസിസ്റ്റന്റ് ഗവർണർ സി ആൻ്റണി എന്നിവർ ആലപ്പുഴയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ടൈം ന്യൂസ്, ആലപ്പുഴ. പുന്നപ്രയിലെ ബഡ് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് യാത്ര ചെയ്യാൻ ഇനി സ്വന്തം ബസ്. എച്ച് സലാം MLA അനുവദിച്ച 19 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് പുതിയ ബസ് വാങ്ങിയത്. പുന്നപ്ര വടക്ക് പഞ്ചായത്തിലെ താലോലം ബഡ് സ്കൂളിലാണ് വാഹനം ലഭ്യമാക്കുന്നത്. 12 ലക്ഷം രൂപയാണ് MLA ഇതിനായി അനുവദിച്ചത്. സമീപ പഞ്ചായത്തുകളിൽ നിന്നുൾപ്പെടെ ആകെ 45ഓളം കുട്ടികളാണ് പുന്നപ്ര വടക്ക് പഞ്ചായത്ത് ഓഫീസിന് സമീപം പ്രവർത്തിക്കുന്ന ബഡ് സ്കൂളിൽ എത്തുന്നത്. രക്ഷിതാക്കളോ ബന്ധുക്കളോ ഉൾപ്പെടെയുള്ളവരുടെ സഹായത്താൽ സ്വകാര്യ ബസ്സുകളിലോ ഓട്ടോറിക്ഷകളിലോ ആണ് കുട്ടികൾ സ്കൂളിലെത്തിയിരുന്നത്. കുട്ടികളുടെയും ഒപ്പമുള്ളവരുടെയും ബുദ്ധിമുട്ടുകൾ നേരിൽ കണ്ട MLA വാഹനത്തിന് പണം അനുവദിക്കുകയായിരുന്നു. 40 ഇരിപ്പിട സൗകര്യങ്ങളുള്ള വാഹനമാണ് ലഭ്യമാക്കിയത്. ബസിന്റെ ഫ്ലാഗ് ഓഫ് കർമ്മം എച്ച് സലാം MLA നിർവഹിച്ചു. കുട്ടികൾക്ക് സഞ്ചരിക്കാൻ അവരെ കൊണ്ടുവരാൻ കഴിയുന്ന ഒരു വാഹനം ആവശ്യമാണ് എന്ന കാര്യം പറയുന്നത്. അതനുസരിച്ചിട്ടാണ് ആവശ്യമായ നടപടി നീക്കി 19 ലക്ഷം രൂപ MLA ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് താലോലം ബഡ് സ്കൂളിന് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സഞ്ചരിക്കാൻ വേണ്ടി അവരെ കൃത്യമായി ഇവിടെ എത്തിക്കാനും തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടെത്തിക്കാനും വേണ്ടിയുള്ള ഒരു സൗകര്യത്തിന് പുതിയ വാഹനം നമ്മളിപ്പോൾ വാങ്ങി ഇവിടെ ഏൽപ്പിക്കുന്നത്. നിലവിലെ നിബന്ധന അനുസരിച്ചിട്ട് ഡയറക്റ്റായിട്ട് MLA ഫണ്ട് ഉപയോഗിക്കാൻ കഴിയില്ല. ധനകാര്യ വകുപ്പിന് പ്രത്യേകമായ അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെ വാഹനം വാങ്ങിക്കാൻ വേണ്ടി പൈസ ഉപയോഗിക്കാൻ കഴിയുമായിരുന്നുള്ളൂ. ധനകാര്യ വകുപ്പിന് അനുവാദത്തിന് വേണ്ടി നൽകിയതിൽ നിന്നാണ് അല്പം വ്യത്യാസം. കഴിഞ്ഞ വർഷം ഞാൻ എന്നോട് ചോദിച്ചു പറഞ്ഞൊരു കാര്യമാണ് ഇപ്പോൾ പൂർത്തിയാക്കാൻ പറ്റുന്ന ആ സാങ്ഷൻ കിട്ടാൻ താമസിച്ചതിൻ്റെ ഭാഗമായിട്ടാണ്. EMS കമ്മ്യൂണിറ്റി ഹാളിൽ ചേർന്ന സമ്മേളനത്തിൽ പ്രസിഡന്റ് സാജിദ സതീശൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ഗീത ബാബു, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് AP സരിത, സ്ഥിരം സമിതി അധ്യക്ഷരായ അജിത ശശി, വിനോദ് കുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രിറ്റി തോമസ്, പഞ്ചായത്ത് അംഗങ്ങൾ, ICDS സൂപ്പർവൈസർ സോന ജോസഫ്, സ്കൂൾ അധ്യാപകരായ MS മഞ്ജു, BG നിർമ്മല, S വിദ്യ എന്നിവർ പങ്കെടുത്തു. സ്ഥിരം സമിതി അധ്യക്ഷ ജയ പ്രസന്നൻ സ്വാഗതം പറഞ്ഞു. ടൈം ന്യൂസ്, ആലപ്പുഴ. ജപ്തി ചെയ്ത പുരയിടത്തിലെ തെങ്ങ് കടപുഴകി റോഡിലേക്ക് വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. ജപ്തി ചെയ്ത പുരയിടത്തിലെ തെങ്ങായതിനാൽ മുറിച്ചു മാറ്റാൻ നാട്ടുകാർ പഠിച്ചു. റവന്യൂ ഉദ്യോഗസ്ഥരെത്തിയെങ്കിലും അവരും പടങ്ങി. ഉച്ചയോടെ ഫയർഫോഴ്സ് എത്തിയാണ് തെങ്ങ് മുറിച്ച് ഗതാഗതം സുഗമമാക്കിയത്. ചേർത്തല തുറവൂർ വളമംഗലം റോഡിലാണ് സംഭവം. ജപ്തി ചെയ്ത പുരയിടത്തിലെ തെങ്ങ് കടപുഴകി റോഡിൽ കുറുകെ വീണു. വ്യാഴാഴ്ച രാവിലെ 7 മണിയോടെ വീശിയടിച്ച കാറ്റിലാണ് തെങ്ങ് കടപുഴകി റോഡിന് കുറുകെ വീണത്.
തുറവൂർ വളമംഗലം റോഡിൽ NSS കരയോഗത്തിന് വടക്ക് ഭാഗത്തായാണ് തെങ്ങ് വീണത്. വിവരമറിഞ്ഞ തുറവൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CEO ജോർജ് സംഭവസ്ഥലത്തെത്തി. നാട്ടുകാരുടെ സഹായത്താൽ കുറച്ച് റോഡിൽ നിന്നും തെങ്ങ് നീക്കിയിട്ടു. എന്നാൽ പൂർണ്ണമായും തെങ്ങ് നീക്കുവാൻ കഴിഞ്ഞില്ല. ഉടൻ തന്നെ റവന്യൂ അധികൃതരെ വിവരമറിയിച്ചു. താമസിയാതെ തുറവൂർ വില്ലേജ് ഓഫീസർ അടങ്ങുന്ന സംഘം സ്ഥലത്തെത്തി. കോടതി ജപ്തി ചെയ്ത സ്ഥലത്തെ തെങ്ങാണ് റോഡിൽ വഴിമുടക്കി കിടക്കുന്നതെന്ന് അറിഞ്ഞ സംഘം ഉടൻ സ്ഥലം വിടുകയായിരുന്നു. ഒടുവിൽ CEO ജോർജ് ചുവന്ന റിബൺ സംഘടിപ്പിച്ച് അപകട അടയാളം നൽകി സംഭവസ്ഥലത്ത് കാത്തിരുന്നു. സദാസമയവും വാഹന നിബിഡമായ റോഡിൽ ഇരുചക്ര വാഹനങ്ങൾ ഇടയ്ക്ക് ചീറി വരാറുണ്ടെന്ന് ജോർജ് ചൂണ്ടിക്കാട്ടി. ഇന്ന് രാവിലെയുള്ള 7 മണിക്കുള്ള കാറ്റിന് നമ്മുടെ പഞ്ചായത്തിൻ്റെ കിഴക്കൻ മേഖലയിലെ വിവിധ വാർഡുകളിൽ ആ ചുഴലി കാറ്റ് അടിച്ചതിൻ്റെ ഫലമായി ഒരുപാട് മരങ്ങൾ കടപുഴകി വീഴുകയുണ്ടായി. അതിനോടനുബന്ധിച്ച് തന്നെ നമ്മുടെ തുറവൂർ കാവിൽ വളമംഗലം റോഡിൽ ഒരു തെങ്ങ് ജപ്തി ചെയ്തിട്ടിരുന്ന പറമ്പിൽ തെങ്ങ് റോഡിന് വട്ടം വീഴുകയും അത് റവന്യൂ അധികാരികൾ വന്ന് ഇത് സ്ഥലം പരിശോധന നടത്തി ബോധ്യപ്പെട്ടിട്ട് പോയിട്ടും അത് വെട്ടിമാറ്റാനുള്ള ഒരു നടപടി അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. മണിക്കൂറുകളായിട്ട് ഇപ്പോഴും ഈ മരം റോഡിന് കുറുകെ കിടക്കുന്ന ഒത്തിരി വാഹനങ്ങൾ പോകുന്നതും ഇവിടെ SNGM കോളേജ് പോലുള്ള ഒരു വലിയൊരു കോളേജ് പ്രവർത്തിക്കുന്നതും അതോടൊപ്പം തന്നെ SCSH ഹൈസ്കൂൾ പ്രവർത്തിക്കുന്നത് ഇവിടെയുള്ള വിദ്യാർത്ഥികൾ അധ്യാപകരും മറ്റ് വാഹനങ്ങളും ഇവിടെ കൂടെ ഓടുന്നതാണ്. പക്ഷേ അത് കണ്ടിൽ നിന്ന് അടിക്കുന്നൊരു സമീപനമാണ് റവന്യൂ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. എത്രയും പെട്ടെന്ന് ഇതിനുള്ള നടപടി ഉണ്ടാകണം. അതോടൊപ്പം തന്നെ ഇതുപോലുള്ള കാര്യങ്ങൾ എമർജൻസി ആയിട്ടുണ്ടാകുന്ന ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇതുപോലുള്ള കാര്യങ്ങൾ അടിയന്തരമായിട്ട് വെട്ടിമാറ്റാനുള്ളൊരു തുടർ നടപടിയെങ്കിലും ഇനിയെങ്കിലും വില്ലേജ് അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി സാധാരണക്കാരുടെ ജീവന് ഭീഷണിയാകുന്ന മരങ്ങൾ പൂർണ്ണമായിട്ട് വെട്ടിമാറ്റാനുള്ള നടപടി സ്വീകരിക്കണം. ഒടുവിൽ ചേർത്തല ഫയർഫോഴ്സിന് വിവരമറിയിച്ചു. അവരുടെ വരവിനായി കാത്തിരിക്കുകയായിരുന്നു വൈസ് പ്രസിഡന്റ്. ടൈം ന്യൂസ്, തുറവൂർ. ഓണക്കാല ജലോത്സവങ്ങളിൽ പ്രധാനപ്പെട്ട മാന്നാർ മഹാത്മാഗാന്ധി ജലോത്സവം സെപ്റ്റംബർ 8 നടക്കും. 12 ചുണ്ടൻ വള്ളങ്ങൾ ഉൾപ്പെടെ 40-ലേറെ വള്ളങ്ങൾ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. രാഷ്ട്രപിതാവിൻ്റെ നാമധേയത്തിലുള്ള ഈ ജലോത്സവം അദ്ദേഹം കോൺഗ്രസ് പ്രസിഡൻ്റായതിൻ്റെ 100ാമത് വർഷം കൂടെയാണിത്. അതുകൊണ്ട് ഞങ്ങൾ ഇത്തവണ ബഹുമാന്യയായ MP പ്രിയങ്ക ഗാന്ധിയെ മുഖ്യാതിഥിയായിട്ട് ക്ഷണിച്ചിട്ടുണ്ട്. മാഡം ഉറപ്പായി ഈ ജലമേള ഉദ്ഘാടനം ചെയ്യുവാൻ എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നെഹ്റു ട്രോഫിയിലെ ജേതാക്കളായ ചുണ്ടൻ വള്ളങ്ങൾ 12 ചുണ്ടൻ വള്ളങ്ങൾ മത്സരിപ്പിക്കാനായിട്ടാണ് ഞങ്ങൾ ഇത്തവണ തീരുമാനിച്ചിട്ടുള്ളത്. അതോടൊപ്പം വെപ്പ് വള്ളങ്ങളുടെ ഏറ്റവും വലിയ മത്സരം നടക്കുന്ന വെപ്പ് വള്ളങ്ങളുടെ മത്സരം നടക്കുന്ന ഈ ജലമേളയിൽ എല്ലാ വെപ്പ് വള്ളങ്ങളും പങ്കെടുക്കും. കേരളത്തിലെ പ്രശസ്തങ്ങളായ 36 പരം വള്ളങ്ങൾ പങ്കെടുക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. കേരളത്തിലെ നെഹ്റു ട്രോഫി കഴിഞ്ഞാൽ ഏറ്റവും മനോഹരമായി സിസ്റ്റമാറ്റിക്കായിട്ട് നടക്കുന്ന കഴിഞ്ഞ 58 വർഷവും മുടങ്ങാതെ നടന്നിട്ടുള്ള ഒരു ബോട്ട് റേസാണ് മഹാത്മാഗാന്ധി ട്രോഫി ബോട്ട് റേസ്. എല്ലാ വർഷവും VVIPകൾ പങ്കെടുക്കും. കഴിഞ്ഞ പ്രാവശ്യം കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാണ് ജലമേള ഉദ്ഘാടനം ചെയ്തത്. മുൻ വർഷങ്ങളിലൊക്കെ കേന്ദ്രമന്ത്രിമാരും ഗവർണർമാരും വിദേശ മന്ത്രിമാരും ഒക്കെ പങ്കെടുക്കുന്ന ഒരു ജലമേളയാണിത്. സെപ്റ്റംബർ 8 ഉച്ചയ്ക്ക് 2 മണി മുതൽ മാന്നാർ കുര്യത്ത് കടവിലുള്ള മഹാത്മാ വാട്ടർ സ്റ്റേഡിയത്തിലാണ് ജലമേള നടക്കുന്നതെന്ന് ജലോത്സവ സമിതി ഭാരവാഹികളായ ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് N. താളു, ജനറൽ സെക്രട്ടറി TK ഷാജഹാനും അറിയിച്ചു. നെഹ്റു ട്രോഫി ജലമേളയിൽ മിന്നും പ്രകടനം കാഴ്ചവെക്കുന്ന 12 ചുണ്ടൻ വള്ളങ്ങളും 6 വെപ്പ് വള്ളങ്ങളും മറ്റ് ചെറുവള്ളങ്ങളും ഉൾപ്പെടെ 40-ൽ പരം വള്ളങ്ങൾ മത്സരത്തിൽ പങ്കെടുക്കും. കേന്ദ്ര സംസ്ഥാന മന്ത്രിമാരും ചലച്ചിത്ര താരങ്ങളും വിദേശ ടൂറിസ്റ്റുകളും ഉൾപ്പെടെ 10,000-കണക്കിന് ആളുകൾ ജലമേള കാണാൻ എത്തിച്ചേരും. മഹാത്മാഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായതിന്റെ 100ാം വർഷം ആഘോഷിക്കുന്ന ഈ വർഷം പ്രിയങ്ക ഗാന്ധി MPയെ ജലോത്സവത്തിന് ക്ഷണിച്ചതായും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ടൈം ന്യൂസ്, ആലപ്പുഴ. ആലപ്പുഴ ജില്ലയിലെ സഞ്ചരിക്കുന്ന നേത്ര വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മുഹമ്മയിൽ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. മുഹമ്മ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിന്റെ സഹകരണത്തോടെയാണ് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. ആലപ്പുഴ ജില്ലയിലെ സഞ്ചരിക്കുന്ന നേത്ര വിഭാഗത്തിന്റെയും മുഹമ്മ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിന്റെയും ആര്യക്കര സബ് സെന്ററിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ പുളിമൂട്ടിൽ ഓഡിറ്റോറിയത്തിൽ സൗജന്യ തിമിര നിർണയ നേത്ര ചികിത്സാ ക്യാമ്പ് സംഘടിപ്പിച്ചു.
മുഹമ്മ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ND റെജി ചടങ്ങിൽ അധ്യക്ഷനായി. ജില്ലാ മൊബൈൽ ഒപ്താൽമിക് സർജൻ ഡോക്ടർ നവജീവൻ ഉദ്ഘാടനം ചെയ്തു. മുഹമ്മ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിലെ ഒപ്റ്റോമെട്രിസ്റ്റ് രമ്യ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ സുബിന എന്നിവർ സംസാരിച്ചു. ക്യാമ്പിൽ 108 പേർ പങ്കെടുത്തു. തിമിര ശസ്ത്രക്രിയയ്ക്കായി 29 പേരെയും ഡയബറ്റിക് റെറ്റിനോപ്പതി 5 പേരെയും ഗ്ലോക്കോമ ബാധിച്ചവരെയും കണ്ടെത്തി. ഇവർക്ക് തുടർ ചികിത്സ നൽകും. ടൈം ന്യൂസ് മുഹമ്മ. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവുമായ VS അച്യുതാനന്ദന്റെ നില അതീവ ഗുരുതരമായി തുടരുന്നു. തിരുവനന്തപുരം SUT ആശുപത്രിയിലാണ് അദ്ദേഹം ചികിത്സയിൽ കഴിയുന്നത്. വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ജീവൻ നിലനിർത്തുന്നത്. അന്താരാഷ്ട്ര ലഹരിവിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി നാടെങ്ങും വൈവിധ്യമാർന്ന പരിപാടി. വിവിധ സംഘടനകളുടെയും സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിലാണ് ലഹരിവിരുദ്ധ ദിനാചരണ പരിപാടി സംഘടിപ്പിച്ചത്. ലഹരിവിരുദ്ധ ദിനത്തിൽ പള്ളിപ്പുറം പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ലഹരിവിരുദ്ധ മനുഷ്യച്ചങ്ങല ശ്രദ്ധേയമായി. പഞ്ചായത്തിന്റെ അതിർത്തിയായ കൃഷിഭവൻ മുതൽ ചെങ്ങണ്ട പാലം വരെയാണ് മനുഷ്യച്ചങ്ങല സൃഷ്ടിച്ചത്. നൂറുകണക്കിന് ജനങ്ങൾ കണ്ണികളായി. ശക്തമായ കാറ്റിലും മഴയിലും ആലപ്പുഴ തലവടിയിലും ചേർത്തല തുറവൂരിലും നാശം. നിരവധി വീടുകൾക്ക് മുകളിൽ മരം വീണു. വീടിന്റെ മേൽക്കൂര പറന്നു. ഗൂഗിൾ മാപ്പ് വഴിതെറ്റിച്ചു. യുവാവ് സഞ്ചരിച്ച ജീപ്പ് തോട്ടിൽ വീണു. യുവാവിനെ നാട്ടുകാർ കരകയറ്റി. ആലപ്പുഴ എടത്തോയിലാണ് സംഭവം. ആലപ്പുഴയിലെ റേഡിയോ നെയ്തലും തിയോച്ചർ ചാരിറ്റബിൾ ട്രസ്റ്റും ചേർന്ന് ലോക മത്സ്യത്തൊഴിലാളി ദിനാഘോഷവും പുരസ്കാര വിതരണവും നടത്തും. ജൂൺ 29 ആലപ്പുഴയിലാണ് ചടങ്ങ് നടക്കുന്നത്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകും. നമസ്കാരം.